മൂഢനായ ദുര്യോധനൻ യുദ്ധം അടുത്തു നിൽക്കെ ശകുനിപുത്രനാകുന്ന ഉലൂകനെ തന്റെ വെല്ലുവിളിയുമായി പാണ്ഡവ സമക്ഷത്തിലേക്ക് പറഞ്ഞയക്കുന്നു. യുധിഷ്ഠിരനോട് ദുര്യോധനൻ പറഞ്ഞയച്ച വാക്യങ്ങൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തോട് പറഞ്ഞതിന് ശേഷം അവൻ നേരെ അർജുനന് നേരെ തിരിഞ്ഞു നിന്ന് ഇപ്രകാരം തുടർന്നു: മേനി പറയാതെ യുദ്ധം ചെയ്യൂ. എന്താണ് മേനി കൊണ്ട് കാര്യം? പരിശ്രമം കൊണ്ടും കാര്യം സാധിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. മേനി വാക്ക് പറഞ്ഞ് കാര്യം നേടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പൊങ്ങച്ചം പറയുന്നത് കൊണ്ട് കാര്യങ്ങൾ നടക്കുമെങ്കിൽ ആരാണ് സിദ്ധന്മാർ ആകാത്തത്? മേനി പറയുവാൻ കഴിയാത്തവരായി ലോകത്ത് വല്ലവരുമുണ്ടോ? നിന്റെ സഹായിയായ കൃഷ്ണനെ ഞാൻ അറിയുന്നുണ്ട്. പന പോലെ ഉയർന്ന നിന്റെ ഗാന്ധീവവും എനിക്കറിയാം. നിന്നോട് തുല്യനായ യോദ്ധാവ് വേറെ ആരുമില്ല എന്നും എനിക്കറിയുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നിന്റെ രാജ്യം ഞാൻ ഹരിച്ചത്. നീ വിചാരിക്കുന്നു ഇതൊക്കെയുണ്ടെങ്കിൽ ലോകം മുഴുവൻ പിടിച്ചടക്കാമെന്ന്. പരിശ്രമം കൊണ്ട് എല്ലാം മനുഷ്യൻ നേടുകയില്ല. അത് വെറും വിഡ്ഢിത്തം മാത്രമാണ്. നീ 13 കൊല്ലം കരഞ്ഞ കാട്ടിൽ കിടന്നു. ആ കാലമൊക്കെ ശ്രീമാനായ ഞാൻ നാടുവാണു. ഇനിയും എനിക്ക് കഴിവുണ്ട് നിന്നെ ബന്ധുക്കളോട് കൂടി ഹനിച്ച് ശാസിക്കുവാൻ. അതിന് ഞാൻ മാത്രം മതി. ഞാൻ നിന്നെ ചൂതിൽ ജയിച്ചു. ദാസനാക്കിയപ്പോൾ നിന്റെ ഗാന്ധീവം എവിടെയായിരുന്നു? എടോ ഫാൽഗുന, അന്ന് ആ ഭീമന്റെ ബലവും ഇവിടെ പോയിരുന്നു. ഗതയെടുത്ത ഭീമനാൽ ഗാന്ധീവമെടുത്ത പാർത്ഥനാലും അന്നൊന്നും തന്നെ സംഭവിച്ചില്ലല്ലോ. പിന്നെ ആയുധങ്ങളുടെ വമ്പ് പറഞ്ഞത് മതി. അന്ന് നിങ്ങളെ രക്ഷിച്ചത് ആരാകുന്നു? ആ കൃഷ്ണൻ മാത്രമല്ലേ നിങ്ങളെ കരകയറ്റിയത്? ദാസ്യപ്പെട്ട നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു പെണ്ണ് വേണ്ടി വന്നു. ദാസ്യത്തിൽ പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ദാസ്യത്തിൽ നിന്നും കരകയറ്റിയത് വെറും ഒരു പെണ്ണാകുന്നു. പതിരായ എള്ളുകൾ എന്ന് നിങ്ങളെപ്പറ്റി ഞാൻ പറയുന്നു. വിരാടപുരിയിൽ അർജുനൻ പെണ്ണിന്റെ മാതിരി മുടി കെട്ടിവെച്ച് നടക്കേണ്ടതായി വന്നു. വിരാടന്റെ അടുക്കളയിൽ അടുക്കളപ്പണി ചെയ്തു ഭീമൻ. ഇതൊക്കെയാണ് ഈ ഉള്ളവന്റെ പൗരുഷം. ഇങ്ങനെയുള്ള ശിക്ഷ ക്ഷത്രിയന്മാർ കൊടുക്കുന്നത് രസകരമായ കാര്യമാകുന്നു. മുടി കെട്ടിവെച്ച് ഷണ്ടനായിട്ട് കന്യകയെ ആടിച്ചില്ലേ നീ? വാസുദേവനെ പേടിച്ചും നിന്നെ പേടിച്ചും അർജുന ഞാൻ രാജ്യം തരികയില്ല. അത് നീ മോഹിക്കുകയും വേണ്ട. ഞാൻ രാജ്യം തരികയില്ലെന്ന് പറഞ്ഞാൽ തരികയില്ല. നീ നിന്റെ കേശവനോട് കൂടി യുദ്ധക്കളത്തിൽ ഇറങ്ങുക. മായയല്ല, ഇന്ദ്രജാലമല്ല, ഘോരക്രിയാപ്രയോഗം തന്നെ വേണം പോരിൽ ജയിക്കുവാൻ. 1000 വാസുദേവന്മാരും 100 അർജുനന്മാരും ഒരുമിച്ച് വന്നാലും ഞാൻ എൻ്റെ അമോഘമായ ബാണം എടുക്കുമ്പോൾ പ്രാണനും കൊണ്ട് അവർ കണ്ട ദിക്കിലേക്ക് ഓടിപ്പോകും. നീ ഭീഷ്മനുമായി എതിർക്കും. മലയിൽ നിന്റെ തല തല്ലി തകർക്കും. മഹാപുരുഷന്മാരാകുന്ന ആ സൈന്യ സമുദ്രം കൈകൊണ്ട് നുഴഞ്ഞ് കടക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. നീ അഗാധമായ നദിയിൽ ബന്ധുക്കളോട് കൂടി മുങ്ങിത്തുടങ്ങുമ്പോൾ നിന്റെ മനസ്സും വല്ലാതെ പതിക്കും. ഇപ്രകാരമുള്ള അഹങ്കാരവാക്യങ്ങൾ ദുര്യോധനൻ ഉലൂകന്റെ സമക്ഷം പറഞ്ഞയച്ചത്.